നമുക്കിനി ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് ഇപ്പോൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് ഹാപ്പി ദിവാലി. ഗുഡ് മോർണിംഗ്, സെയിം ടു യു. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഹാപ്പി ദിവാലി. യെസ്, താങ്ക് യു സാർ. ഏതായാലും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു എക്സ്പയറി ആണ് 25,800 എന്നുള്ള ഒരു ലെവൽ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച പരിശോധിക്കുന്ന സമയത്ത് വളരെയധികം ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ 26,000 എന്നുള്ള ഒരു നിർണായക ലെവല് ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകർ പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് സാർ മാർക്കറ്റിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയൊരു ലെവലിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് മാർക്കറ്റ് കാണാൻ കഴിയുന്നത്. ടെക്നിക്കലി ആ മൊമെന്റം അത് കണ്ടിന്യൂ ചെയ്ത്, ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഈ വരുന്ന മൊമെന്റത്തിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഹൈ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 26,000 എബോ തന്നെയാണ് പുതിയ ഹൈയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു വീക്ക്, കാരണം വീക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ട്രേഡിംഗ് ഉള്ളൂ, എന്നാൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെയധികം പോസിറ്റീവായ ഒരു വീക്ക് തന്നെ ആയിരിക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അടുത്ത ദിവസങ്ങളിൽ, നാളെ കുറച്ച് ട്രേഡിംഗ് ഉണ്ട്, ആ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ 26 മുകളിൽ പോകാം. അതിന് മുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനേക്കാൾ മുകളിലാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പൊ അതിനേക്കാൾ മുകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ ഹൈ തന്നെ വരും എന്ന് തന്നെയാണ്. ഇമ്മീഡിയറ്റ് പിന്നെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 450 എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ദെൻ അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ ഒരു മൂവ്മെന്റ് നോക്കിയിട്ട് നമുക്കത് റിവൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. സാർ, എസ്പെഷ്യലി ഇന്നിപ്പോൾ PSU ബാങ്ക് ഇൻഡെക്സ് തന്നെയാണ് 1% കൂടുതൽ വീണ്ടും ഒരു സ്റ്റെല്ലാർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ 300-ലധികം പോയിന്റുകളുടെ ഒരു റാലി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഓൾ ടൈം ഹൈ തിരുത്തി കുറിക്കുന്ന ഒരു നിലയിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എത്തുകയാണ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൻ്റെ ഈ ഒരു റെക്കോർഡ് നിലയിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് വലിയൊരു മൊമെന്റം വരുമെന്ന് തന്നെയാണ്. ഈ ഒരു മൊമെന്റം വളരെ പോസിറ്റീവായിട്ട് ഇത് ബാങ്ക് തന്നെ ലീഡ് ചെയ്തതാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് ഇൻഡിക്കേറ്റ് ചെയ്തതുമാണ്. ബാങ്ക് ലീഡ് ചെയ്യുന്ന ഒരു മൊമെന്റം ആയതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു 60,000 എബോ ഒക്കെ പോകാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോസിറ്റീവായി, വളരെയധികം പോസിറ്റീവ് ആവുന്ന ഒരു സെന്റിമെന്റിലാണ് ഇപ്പോൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ അത് ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 300 ആണെങ്കിൽ ചിലപ്പോൾ ക്ലോസിംഗിൽ അതിനേക്കാൾ മുകളിലെത്താനുള്ള സാധ്യത, വളരെയധികം പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണ് ഞാൻ ഇന്നും കാണുന്നത്. കാരണം ബാങ്കിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ നിൽക്കുന്നു, ഒരുപാട് ഇൻഫ്ലോകൾ വരുന്നു. നേരത്തെ തന്നെ നമ്മുടെ സുരേഷ് സാർ പറഞ്ഞതുപോലെ ഇൻഫ്ലോ വരുന്നുണ്ട് ബാങ്കുകളിലേക്കൊക്കെ, മറ്റുള്ള ബാങ്കുകൾ വാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു മൊമെന്റം തന്നെയാണ് ഇതിനെ സംബന്ധിച്ച് വെരി വെരി സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ വലിയൊരു ഹ്യൂജ് മൊമെന്റം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. നല്ലൊരു സ്ട്രെങ്തോട് കൂടിയുള്ള മൊമെന്റം പ്രതീക്ഷിക്കാം. 60,000 ഒക്കെ ആദ്യമായിട്ട് ടച്ച് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഫ്ലോയിൽ ഈ ഒരു മൊമെന്റത്തോടു കൂടി നമുക്ക് പോവുക എന്നതാണ്. ചെറിയ ചെറിയ ബാങ്കുകളും അതേപോലെ തന്നെ ആൾറെഡി ഉള്ള PSU ബാങ്കുകൾ, വലിയ വലിയ ബാങ്കുകളിലൊക്കെ തന്നെ ഈ ഒരു മൊമെന്റം ദൃശ്യമാകും. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഫുൾ റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. സാർ, ഇന്ന് മാർക്കറ്റിനെ തീർച്ചയായിട്ടും ലീഡ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ജിയോ ഫിന്നും ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തുന്നു. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം 3.4% ഒരു മുന്നേറ്റമാണ് റിസൾട്ടുകൾക്ക് ശേഷം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പല പ്രേക്ഷകരും റിലയൻസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. മാർക്കറ്റ് പ്ലസിൻ്റെ ഫോറത്തിലും ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഫോറത്തിലും റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം മികച്ച റിസൾട്ടുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു ബെറ്റർ പെർഫോമൻസും കാഴ്ചവെക്കുന്നു. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി, ഒരു മാസങ്ങളായി നമുക്ക് വലിയ മൊമെന്റം ഒന്നും തന്നിരുന്നില്ല. ഒരു സൈഡ് വേസ് മൊമെന്റത്തിലായിരുന്നു ഈ റിലയൻസ്. അപ്പൊ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ആ ഒരു സൈഡ് വേസ് മൊമെന്റത്തിന്റെ ഒരു ഔട്ട് ബ്രേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് പഴയ 1,500 1,600 ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഇപ്പൊ തന്നെ ആൾറെഡി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞു. ഈ വരുന്ന ഒരു മൊമെന്റം വളരെ സ്ട്രെങ്ത് ആയിട്ട് കൂടിയാണ് വരുന്നത്. അതേപോലെ തന്നെ അവരെ
റിസൾട്ട് വന്നതും അതേപോലെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഗൈഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നതും ഇതിന് ഈ പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റത്തിന് സ്ട്രെങ്ത് നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. വളരെയധികം മുന്നോട്ട് പോകാനുള്ള ഇമ്മീഡിയറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന റെസിഡൻസ് പോയിന്റ് 1550 അതേപോലെ 1600 ലെവലിലാണ്. ബട്ട് കീപ്പ് ഓൺ ഡ്രൈവ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുക, വാച്ച് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക, ബൈ ചെയ്ത് വെയിറ്റ് ചെയ്യുക ആയിരിക്കും ഈ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലത്. ഒരു സ്റ്റാർട്ടിങ് മാത്രമാണെന്നാണ് റിലയൻസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും നമുക്ക് RBL ബാങ്കിനെ കുറിച്ച് കൂടി ചോദിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഒരു ഓൾ ടൈം ഹൈയിലാണ് RBL ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. എമിറേറ്റ്സ് NBD കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 60% സ്റ്റേക്ക് എടുക്കാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ വരുന്നു. ഏതാണ്ട് 3 ബില്യന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കിലും അത് കാര്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 318 രൂപ എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ RBL ബാങ്കിന്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസസ് ആണോ? ടെക്നിക്കലി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഇതൊരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നോക്കേണ്ടത് ബാക്കിലോട്ട് കുറച്ച് ചാർട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ 160 എന്ന് പറയുന്ന ലെവലിലാണ് കഴിഞ്ഞ മാർച്ച് മാസങ്ങളിലൊക്കെ തന്നെ. വളരെ ഇയർലി സ്റ്റേജിൽ ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്നു. 160 സ്റ്റാർട്ട് ചെയ്തു, 260 വരെ വന്നു. കുറച്ച് ദിവസം അവിടെ ഒരു സൈഡ് ലൈൻ ആയിരുന്നു. അതിനുശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്കൻഡറി ലെവൽ ഓഫ് അല്ലെങ്കിൽ സെക്കൻഡറി ഫേസ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ഒരു 360 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റിംഗ് പോയിന്റ് വരുമ്പോൾ വീണ്ടും എൻട്രി ചെയ്യാനുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു ലെവലിൽ അപ്പോൾ അത് മനസ്സിലാക്കി ഒരു ഫേസ് ആണെന്ന്, സെക്കൻഡ് ഫേസ് ആണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ വലിയൊരു മൊമെന്റം വരുന്നതിനെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ നമുക്ക് കൂടുതൽ, കാരണം ഇതൊരു ടോപ്പിലേക്ക് ഇപ്പോൾ ഹെഡ് ചെയ്തിരിക്കുന്നു. അതിനൊരു ഇപ്പോൾ ഉള്ള ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് റിലാക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് കൂടുതൽ ഇതിലേക്ക് പോകുന്നതായിരിക്കും, ബൈയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്.